ഹായ് മക്കളെ, നിങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. ഈ ടൈം ടേബിൾ കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഭയങ്കരമായിട്ടുള്ള സന്തോഷം ഉണ്ടായി. പക്ഷെ അതിനുശേഷം അതിന് വലിയ സങ്കടമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ എക്സാം ഡേറ്റ് പറഞ്ഞിരുന്നത് 9-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുമെന്നായിരുന്നു. അത് 11-ാം തീയതിയിലേക്ക് നീട്ടി വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. കാരണം കുട്ടികൾക്ക് പഠിക്കാൻ കുറേ സമയം കിട്ടുന്നുണ്ട് അല്ലേ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ക്രിസ്മസ് എക്സാം ടൈം ടേബിളിൽ 3 ദിവസം 2 വീതം പരീക്ഷ വരുന്നുണ്ട്. രാവിലെ ഒരു പരീക്ഷ, ഉച്ചയ്ക്ക് ശേഷം രണ്ടാമത്തെ പരീക്ഷ. അപ്പോൾ അത് ഞങ്ങളെങ്ങനെ പഠിച്ചു കഴിയും? നിങ്ങൾ ടെൻഷൻ ഒന്നും ആവേണ്ട, എജുപോർട്ട് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങൾ കംപ്ലീറ്റ് ചാപ്റ്റർ റിവിഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എന്താണ് നമ്മുടെ ടൈം ടേബിൾ എന്നുള്ളതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കാം. ഏകദേശം 11-ാം തീയതി വെനസ്ഡേ തുടങ്ങിയിട്ട് 19-ാം തീയതി തേഴ്സ്ഡേ, ഒരു 1 വീക്കിൻ്റെ ചൈത്രയാത്ര നമുക്ക് എക്സാമിലൂടെ പാസ് ചെയ്യാനുള്ളൂ ഏകദേശം നോക്കുകയാണെങ്കിൽ. അപ്പോൾ 11-ാം തീയതി വെനസ്ഡേ സോഷ്യൽ സയൻസ് രാവിലെയാണ് നമ്മുടെ എക്സാം. 10 മണി മുതൽ 12:45 വരെയാണ് എക്സാം. ദെൻ രണ്ടാമത്തത് 11-ാം തീയതിക്ക് ശേഷം 12-ാം തീയതി ഹിന്ദിയാണ്. അപ്പോൾ ഹിന്ദി എന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് ടഫുള്ള സബ്ജക്റ്റാണ് നമ്മുടെ ഹിന്ദി എന്ന് പറയുമ്പോൾ. പക്ഷേ ഹിന്ദിക്ക് നമുക്ക് എന്തില്ല, ഒരു ഗ്യാപ്പും അവിടെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 11 കഴിഞ്ഞാൽ നേരെ 12-ാം തീയതി ഹിന്ദിയാണ്. അപ്പോൾ ഹിന്ദി പഠിക്കുന്നത് നമ്മൾ കുറച്ച് നേരത്തെ ഏതെങ്കിലും ഫ്രീ ഉള്ള ദിവസം നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഹിന്ദി പഠിച്ചിരിക്കണം. ക്ലിയർ അല്ലേ? ദെൻ അടുത്തത് പിന്നെ വരുന്നത് മാത്സ് ആണ്. മാത്സ് എക്സാം വരുന്നത് 16-ാം തീയതിയാണ്. അപ്പോൾ മാത്സും എല്ലാവർക്കും ടഫുള്ള സബ്ജക്റ്റ് ആണ്. പക്ഷേ അതിന് നമുക്ക് ഏകദേശം 3 ദിവസത്തോളം എന്ത് വരുന്നുണ്ട്, ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഇത് പഠിച്ചാൽ നമുക്ക് അടിച്ചു പൊളിച്ച് എക്സാം എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അതിനുശേഷം ഇനിയാണ് നമ്മുടെ കളി വരാനിരിക്കുന്നത്. 17-ാം തീയതിയും 18-ാം തീയതിയും 19-ാം തീയതിയും 3 വീതം എക്സാമാണ് നിങ്ങൾക്കുള്ളത്. 17-ാം തീയതി നോക്കുകയാണെങ്കിൽ മാത്സിൻ്റെ തൊട്ട് പിറ്റേന്നാടാ നിങ്ങൾ നോക്ക്, കെമിസ്ട്രി പ്ലസ് ഫിസിക്സ്. രാവിലെ കെമിസ്ട്രി, ഉച്ചയ്ക്ക് ശേഷം ഫിസിക്സ്. ദെൻ 18-ാം തീയതി നോക്കുമ്പോൾ രാവിലെ ഇംഗ്ലീഷ്, ഉച്ചയ്ക്ക് ശേഷം ബയോളജി. ദെൻ അവസാനത്തെ പിന്നെയും കുഴപ്പമില്ല, ലാംഗ്വേജ് 1 ലാംഗ്വേജ് 2 ആണ്. അത് ഒറ്റയടിക്ക് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് എക്സാം തീർന്നു, ഇനി ക്രിസ്മസ് വെക്കേഷനിലേക്ക് കിടക്കാലോ എന്നുള്ളൊരു ഹാപ്പിനെസ് ഉണ്ടാവും. എന്തായാലും ഈ ഒരു ടൈം ടേബിൾ കുറച്ച് നമുക്ക് നിന്നുണ്ട് പേടിപ്പെടുത്തുന്നുണ്ട്. 16-ാം തീയതിക്ക് ശേഷം 18-ാം തീയതി വരെയുള്ള ഈ സബ്ജക്റ്റുകൾ. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. എങ്ങനെ പഠിക്കണം, ഈ സബ്ജക്റ്റുകൾ ഞാൻ എന്ന് പഠിച്ച് തീരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രിസ്മസ് എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ പൊന്നു മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, എജുപോർട്ട് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നമ്മുടെ ലൈവുകൾ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ ലൈവ് ചാനലിലുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇന്ന് മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക. ഇതുവരെ പഠിക്കാത്തവരും ഇനി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവില്ലേ, എല്ലാവരും ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങിയിട്ട് ക്രിസ്മസ് എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങണം. അതുപോലെ നമ്മുടെ പബ്ലിക് എക്സാമിന് നമുക്ക് എന്ത് ചെയ്യണം, ഫുൾ മാർക്ക് വാങ്ങണം. ക്ലിയർ അല്ലേ? അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക. എല്ലാവരും സ്കൂൾ വിട്ട് വരുന്നേ ഉള്ളൂ. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക. നമുക്ക് ഉഷാറാക്കിയിട്ട് ഈ ഒരു എക്സാം അടിച്ചു പൊളിക്കണം. ഓക്കെ.